എതിർപ്പ് അവഗണിച്ച് PM ശ്രീയിൽ സർക്കാർ ഒപ്പുവെച്ചതിൽ CPI കടുത്ത അമർഷത്തിൽ. കൂടിയാലോചന പോലും ഇല്ലാത്ത നടപടി മുന്നണി മര്യാദകളുടെ ലംഘനമെന്നാണ് CPIയുടെ വിലയിരുത്തൽ. ഇന്ന് ചേരുന്ന CPI അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യും. CPM സെക്രട്ടേറിയറ്റും ഇന്ന് ചേരുന്നുണ്ട്. പ്രധാന ഘടകകക്ഷിയായ CPIയുടെ എതിർപ്പ് അവഗണിച്ചാണ് PM ശ്രീയിൽ സംസ്ഥാന സർക്കാർ ചേർന്നത്. കൂടിയാലോചന പോലും നടത്താതെ എന്ത് മുന്നണി സംവിധാനം എന്നതാണ് CPIയുടെ ചോദ്യം. പദ്ധതി നടപ്പിലാക്കില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന കൌൺസിലിന് ഉറപ്പു നൽകിയതാണ്. സമ്മർദ്ദം തുടരുന്നതിനിടെ ആലോചനകൾ പോലുമില്ലാതെ വിദ്യാഭ്യാസ വകുപ്പ് പദ്ധതിയിൽ ഒപ്പുവെച്ചത് രണ്ടാം കക്ഷിയെന്ന പരിഗണന പോലുമില്ലാതെയാണ് എന്ന കടുത്ത അമർഷത്തിലാണ് CPI. മന്ത്രിസഭായോഗത്തിൽ ഉന്നയിച്ചപ്പോഴും മറുപടി നൽകാത്തത് പദ്ധതിയിൽ ഒപ്പുവെക്കാൻ തീരുമാനമെടുത്തതിന്റെ ഭാഗമെന്നാണ് വിലയിരുത്തൽ. CPI സംസ്ഥാന കൌൺസിൽ തീരുമാനത്തിന് വിരുദ്ധമായി മറ്റൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നാണ് ബിനോയ് വിശ്വം വ്യക്തമാക്കിയത്. എന്നാൽ ഈ നിലപാടുകളെ പാടെ അവഗണിച്ചാണ് PM ശ്രീ പദ്ധതിയിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പുവെച്ചത്. ഇത് മുന്നണി മര്യാദകളുടെ ലംഘനമെന്നാണ് CPIയുടെ വിലയിരുത്തൽ. അടിയന്തര സെക്രട്ടേറിയറ്റ് CPI വിളിച്ചു ചേർത്തിട്ടുണ്ട്. സർക്കാർ നിലപാട് വഞ്ചനാപരമെന്നാണ് CPIയുടെ യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ നിലപാട്. മുഖ്യമന്ത്രിയുടെ കൂടി അനുവാദത്തോടെയാണ് വിദ്യാഭ്യാസ വകുപ്പ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPI കടുത്ത നിലപാടിലേക്ക് പോകില്ലെന്ന വിലയിരുത്തലിലാണ് CPM. മുഖ്യമന്ത്രിയുടെ നിലപാടും പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അനുകൂലമാണ്. മീഡിയ 1 തിരുവനന്തപുരം.